സ്പീക്കർ സാർ, ഇന്നെങ്കിലും ഈ ബഡ്ജറ്റ് ചർച്ചയിൽ എന്നെ സംസാരിക്കാൻ അനുവദിച്ചതിന് നന്ദിയുണ്ട് റിഡ്ജുജി. താങ്കളുടെ നല്ല വാക്കുകൾക്ക് ഞാനതിനെ അഭിനന്ദിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് റിജുജി എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ എങ്ങനെയാണ് ഫിറ്റ്നസ് നിലനിർത്തുന്നതെന്ന്. താങ്കൾ ഓർക്കുന്നുണ്ടാവും അത്. അന്ന് ഞാൻ താങ്കളോട് ജിറ്റ്സു എന്ന് പറയുന്ന മാർഷ്യൽ ആർട്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ന് ഇന്ത്യയിലെ ഒരുപാട് ചെറുപ്പക്കാർ ഈ മാർഷ്യൽ ആർട്സ് തുടരുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിപ്പോൾ വളരെ പോപ്പുലറുമാണ്. ജൂഡോ ഉണ്ട്, ജിറ്റ്സു ഉണ്ട്. ഈ ആയോധന കലയുടെ അടിസ്ഥാനം സ്പീക്കർ സാർ, അത് തുടങ്ങുന്നത് ഗ്രിപ്പിൽ നിന്നാണ്. നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ എതിരാളിയുടെ മേൽ ഒരു ഗ്രിപ്പുണ്ടാക്കും. ആ ഗ്രിപ്പുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. ഇതിൻ്റെ ആദ്യ ലക്ഷ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ ആ ഗ്രിപ്പുണ്ടാക്കുക എന്നതാണ്. ഗ്രിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചോക്കിലേക്ക് പോകണം. ആദ്യം ഗ്രിപ്പുണ്ടാക്കുക, പിന്നെ ചോക്കിലേക്ക് പോയി അവരെ പിടിക്കുക. ഈ ചോക്കിൻ്റെ അഥവാ ഈ കയറി പിടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കഴുത്താണ്. സാർ, ഞാൻ സംസാരിക്കുന്നത് ബഡ്ജറ്റിനെ കുറിച്ചാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും എൻ്റെയർ ഫോക്കസ് ഗ്രിപ്പാണ്. ആ ഗ്രിപ്പിൽ നിന്നാണ് നമ്മളൊരു പോരാട്ടം ആരംഭിക്കുന്നത്. പിന്നീട് നമ്മളത് ചോക്കിലേക്കെത്തും. ഇങ്ങനെ ചോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും എതിരാളിയുടെ കണ്ണിൽ കാണാം. താൻ പിടിക്കപ്പെട്ടുവെന്ന് ആ കണ്ണുകൾ പറയും. എന്നിട്ട് 1, 2, 3 തവണ എതിർക്കാൻ ശ്രമിക്കും. പിന്നീട് കളി തീർന്നു എന്ന് ഉറപ്പിക്കും. എന്നിട്ട് സറണ്ടർ ചെയ്യും. കളി അവസാനിച്ചതായി പറയും. ഇതാണ് ആയോധന കലയുടെ ഏറ്റവും കേന്ദ്രബിന്ദു. ഗ്രിപ്പിൽ നിന്നും ചോക്കിലേക്കും, ചോക്കിൽ നിന്നും ടാപ്പിലേക്കും. അത് ഏതെങ്കിലും ഈ മാർഷ്യൽ ആർട്സിൻ്റെയോ ജൂഡോയുടെയോ പ്രാക്ടീഷണർമാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രിപ്പിൽ നിന്നാണ്. സാർ, ഈ ഗ്രിപ്പ് രാഷ്ട്രീയത്തിലുമുണ്ട്, ഈ ഗ്രിപ്പ് ബിസിനസ്സിലുണ്ട്. ജിറ്റ്സു എന്ന ആയോധന കലയിൽ ഈ ഗ്രിപ്പ് വിസിബിളാണ്. നമുക്ക് എല്ലാവർക്കും കാണാം കൈ എവിടെയാണെന്നും കഴുത്ത് ആരുടേതാണ് ആ കയ്യിലിരിക്കുന്നതെന്നും. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇത് പ്രകടമായി കാണാൻ കഴിയില്ല. ആരാണ് കഴുത്തിന് കൈയിട്ട് പിടിച്ചിരിക്കുന്നതെന്നുള്ളത് അങ്ങനെ അങ്ങ് ദൃശ്യമാവില്ല. ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. സാർ, ഞാൻ സാമ്പത്തിക സർവേയിലേക്ക് നോക്കുകയായിരുന്നു. അതിൽ വളരെ വ്യക്തമായി 2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാണാൻ കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, നമ്മൾ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. പഴയ US ബേസ്ഡ് ആയിട്ടുള്ള ഡോളർ ആധാരമാക്കിയുള്ള ഏകധ്രുവ ലോകശക്തി എന്ന് പറയുന്ന ആശയം ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കയുടെ ഏകാധിപത്യം ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ന് കീഴ്പ്പെടുത്തി കഴിഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഊർജത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും ഊർജത്തിൻ്റെയും അതുപോലെ തന്നെ സാമ്പത്തികാധിഷ്ഠിത ആയുധവൽക്കരണത്തിൻ്റെയും നടുവിലാണ്. സമ്പത്തും ഊർജവും ഇന്ന് ആയുധങ്ങളായി മാറിയിട്ടുണ്ട്. ഇവിടെ ലോകം തന്നെ ഒരു സ്റ്റേബിളായ അന്തരീക്ഷത്തിൽ നിന്നും ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും പറഞ്ഞിരുന്നു, യുദ്ധങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന്. പക്ഷേ നമ്മളിപ്പോൾ യുദ്ധങ്ങളുടെ കാലത്തുകൂടി കടന്നു പോവുകയാണ്. ഉക്രൈനിലെ യുദ്ധം കാണാം, ഗസയിലെ യുദ്ധം കാണാം, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാണാം എന്ന് മാത്രമല്ല, ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും യുദ്ധസമാനമായ അന്തരീക്ഷം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും സ്ഥായിയല്ലാത്ത, അമേരിക്കയുടെ എല്ലാ ആധിപത്യവും ചോദ്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ 1, 2 സൂപ്പർ പവറുകൾ എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ധാരാളം ശക്തികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കൺസെപ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഞാൻ സർക്കാരിനോട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യത്യസ്തമായ സംഗതികളെക്കുറിച്ച് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി വ്യവസായങ്ങളാണ്. ഇൻഫോസിസിനെ പോലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇനി പ്രതിസന്ധി നേരിടാൻ പോവുകയാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നത്
ഒരു കാലത്ത് ഇന്ത്യയിലെ ഒരു പോപ്പുലർ ജോലി സാധ്യതയായിരുന്നെങ്കിൽ അത് ഇനി വെല്ലുവിളി നേരിടാൻ പോവുകയാണ്. നമ്മുടെ ധാരാളം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ AI ടെക്നോളജിയിലൂടെ തൊഴിൽ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ മാറ്റപ്പെടാൻ പോവുകയാണ്. നമ്മൾ വളരെ അപകടകരവും വലിയ പ്രക്ഷുബ്ധവുമായ ഒരു ലോകക്രമത്തിലേക്ക് നീങ്ങുകയാണ്. അത്തരമൊരു അപകടകരമായ ലോകക്രമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി? ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ മഹത്തായ രാജ്യം ഏതാണ്ട് 1.4 ബില്യണോളം വരുന്ന കരുത്തും കഴിവും ഊർജ്ജസ്വലവുമായ ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ നാടാണ്. അത് കേവലം ജനങ്ങൾ മാത്രമല്ല. ഈ 21ാം നൂറ്റാണ്ടിൽ ഇതേ ജനങ്ങളാണ് ഒരു ഡേറ്റയായി മാറുന്നത്, അല്ലെങ്കിൽ ഡേറ്റ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭൂഗോളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡേറ്റ ശേഖരമുള്ളത് നമ്മുടെ കയ്യിലാണ്. നമ്മളെപ്പോഴും AI കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ ഡേറ്റ ഇല്ലെങ്കിൽ AI ഒന്നുമല്ല. ഒരു യന്ത്രത്തിന് എങ്ങനെയാണോ അതിൻ്റെ പെട്രോൾ ആവശ്യമായിട്ടുള്ളത്, അതുപോലെയാണ് AIക്ക് ഡേറ്റ ആവശ്യമായുള്ളത്. യഥാർത്ഥത്തിൽ AIയുടെ പെട്രോളാണ് ഡേറ്റ. നിങ്ങൾക്ക് ഡേറ്റ ഇല്ലെങ്കിൽ പിന്നെ AI ചലിപ്പിക്കാനേ ആവില്ല. ഇന്ത്യയും ചൈനയുമാണ് ഇന്ന് ലോകത്തിലെ ഈ ഡേറ്റയുള്ള ഏറ്റവും വലിയ രാജ്യങ്ങൾ. ഈ ഡേറ്റ അത് ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി അവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി ഒക്കെ പ്രവർത്തിപ്പിച്ചാൽ ഇത് വലിയ ഒരു ഡേറ്റയായി മാറും. രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രതിസന്ധി കാലത്ത് നമുക്ക് ഭക്ഷണം ലഭിക്കുക എന്നുള്ളതാണ്. ആരാണ് നമുക്ക് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത്? അത് നമ്മുടെ കർഷകർ തന്നെയാണ്. അതിനുവേണ്ടി അധ്വാനിക്കുന്ന തൊഴിലാളികൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ ഈ കർഷകരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഭക്ഷണം ഇന്ന് നമുക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഒരു ആധുനിക ലോകത്തെ ചലിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഊർജം ആവശ്യമാണ്, നിങ്ങൾക്ക് ഇന്ധനം ആവശ്യമാണ്, നിങ്ങൾക്ക് പെട്രോൾ ആവശ്യമാണ്. ഈ 3 കാര്യങ്ങളും ഏറ്റവും പ്രക്ഷുബ്ധമായ സമയത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിന്റെ, ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഒന്ന് നമ്മുടെ ജനങ്ങളും ആ ഡേറ്റയും, നമ്മുടെ ഭക്ഷ്യ സുരക്ഷയും അതുമായി ബന്ധപ്പെട്ട സംഗതികളും, മൂന്നാമത്തേത് നമ്മുടെ ഊർജ സംവിധാനവും. ഇനി എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് നമ്മുടെ ബഡ്ജറ്റ് ഈ 3 കാര്യങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. നമ്മളൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നതെന്നും ഇവിടെ ജിയോ പൊളിറ്റിക്കൽ ഏറ്റുമുട്ടൽ വളരെ ഗൗരവമാണെന്നും നമ്മുടെ ബഡ്ജറ്റ് പറയുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് അംഗീകരിക്കുന്നുണ്ട് ഊർജവും സാമ്പത്തികവും ഇന്ന് ലോകം മുഴുവൻ ആയുധമായി ഉപയോഗിക്കുകയാണെന്ന്. ഡോളർ ഒരു ആയുധമാക്കപ്പെടുന്നു, എന്നാൽ ഡോളറിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. മറുവശത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ ഒന്നുമില്ലെന്നല്ല, അക്ഷരാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഒന്നുമില്ല എന്നതാണ് സത്യം. നമ്മുടെ ബഡ്ജറ്റിൽ ഊർജത്തിനെ സംബന്ധിച്ചോ ഫിനാൻസ് വെപ്പണൈസേഷനെ സംബന്ധിച്ചോ യാതൊരു പരാമർശവുമില്ല. എന്ന് മാത്രമല്ല, ഈ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നതെന്നും ബഡ്ജറ്റ് ഒന്നും പറയുന്നില്ല. എല്ലാ ബഡ്ജറ്റിനെയും പോലെ അത് പറഞ്ഞങ്ങ് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പരാമർശിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നോ അതിനെ എങ്ങനെ നേരിടുമെന്നോ യാതൊന്നും പറയുന്നില്ല എന്നതാണ് സത്യം. ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ അടുത്ത 1 വർഷം നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രൂപരേഖയാണ്. ബഡ്ജറ്റിനോട് ചേർന്ന് തന്നെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ കൃത്യമായ ബോധ്യത്തോടെ പറയുകയാണ്. അമേരിക്കയും ചൈനയും ഇന്ന് ലോകത്ത് നമ്മുടെ ഡേറ്റ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യക്കാരാണ്. അമേരിക്കയ്ക്ക് ലോകത്ത് വൻ ശക്തിയായി തുടരണമെങ്കിൽ നിങ്ങൾ ദയവായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കണം. അമേരിക്കയ്ക്ക് ഇന്ന് ലോകത്ത് ഒരു സൂപ്പർ പവറായി നിലനിൽക്കണമെങ്കിൽ, അവർക്ക് അവരുടെ ഡോളറിനെ സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് ഇന്ത്യൻ ഡേറ്റ ആവശ്യമാണ്. എന്തുകൊണ്ട്? ചൈനയ്ക്ക് 1.4 ബില്യൺ ജനങ്ങളുടെ ഒരു ഡേറ്റ പൂളുണ്ട്. പക്ഷേ നിങ്ങൾ യൂറോപ്യൻ ഡേറ്റയോ ആഫ്രിക്കൻ ഡേറ്റയോ അമേരിക്കൻ ഡേറ്റയോ എല്ലാം കൂടിയാലും ചൈനയുടെ ഡേറ്റയോടൊപ്പം എത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം
അത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഈ സാധാരണ ടേബിളിൽ വെക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ദാ ഇവിടെ വെക്കുന്നു എന്ന് പറയുന്ന, ഞാൻ ഇപ്പോൾ ഈ മേശപ്പുറത്ത് വെക്കുന്നത് പോലെ കൃത്യമായി മേശപ്പുറത്ത് മറ്റൊരാളിൻ്റെ മുന്നിൽ വെക്കാൻ കഴിയുന്നത് 1.4 ബില്യണുള്ള നമ്മുടെ ഡേറ്റയാണ്. അവരുടെ അറിവ്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവരുടെ സങ്കല്പങ്ങൾ, സ്വപ്നങ്ങൾ, ഇതിനെല്ലാം 21-ാം നൂറ്റാണ്ടിൽ വലിയ വിലയുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഇതിനത്ര വിലയില്ലായിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ AI കാലഘട്ടത്തിൽ ഈ ഡേറ്റ ഏറ്റവും പ്രധാനമാണ്. ചില ആളുകൾ പറയാറുണ്ട്, ജനസംഖ്യ വലിയ ഭാരമാണ്, ജനസംഖ്യ വലിയ ദുരന്തമാണ്, ജനസംഖ്യ ഇല്ലാത്തത് വലിയ നേട്ടമാണെന്നൊക്കെ. അത് തെറ്റാണ്. ജനസംഖ്യ ഏറ്റവും വലിയ ശക്തിയാണ്. ആ ജനസംഖ്യയെ ശരിയായ ഡേറ്റയായി മനസ്സിലാക്കി ഉപയോഗിക്കുമ്പോഴാണ് അത് ശക്തിയായി മാറുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി, എന്താണ് ഈ കരാറിൽ സംഭവിച്ചത്? നമ്മൾ ഇന്ത്യ അലയൻസ് ആയിരുന്നു ഇതിൽ പ്രസിഡന്റ് ട്രംപുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു, പ്രസിഡന്റ് ട്രംപ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് ഇക്വേഷൻ ഈസ് ഇന്ത്യൻ ഡേറ്റ. പ്രസിഡന്റ് ട്രംപെ, ഈ പറയുന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ കൈവശമുള്ള ഇന്ത്യൻ ഡേറ്റയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോളർ സംരക്ഷിക്കണോ? നമ്മൾ സുഹൃത്തുക്കളാണ്, നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഡോളറിനെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ ഡോളർ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റായ ഡോളർ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വേണമെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് ഗുണകരമായ സംരക്ഷിതമായ കരാറിൽ ഏർപ്പെടണം. രണ്ടാമത്തേത്, പ്രസിഡന്റ് ട്രംപ്, ഞങ്ങളുടെ ഡേറ്റയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്ക് തുല്യരെ പോലെ സംസാരിക്കാം. അല്ലാതെ നിങ്ങൾ യജമാനനും ഞങ്ങൾ അടിമയും അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലാളിയുമല്ല എന്ന് ഞാൻ പറയുമായിരുന്നു. മൂന്നാമത്തേത്, ട്രംപ്, താങ്കൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ എനർജി സെക്യൂരിറ്റി ഞങ്ങളുടെ ഊർജ സുരക്ഷിതത്വമാണ്. ഞങ്ങളുടെ ഊർജ സുരക്ഷിതത്വം ഞങ്ങളുടെ മാത്രം ഊർജ സുരക്ഷിതത്വമാണ്. അതിന് എന്ത് സംഭവിച്ചാലും അത് ഞങ്ങളുടെ ഊർജ സുരക്ഷിതത്വം സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും. നാലാമതായി, പ്രസിഡന്റ് ട്രംപ്, താങ്കൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരു വോട്ടർ ബേസ് ഉണ്ട്, കർഷകരുടെ ഒരു വോട്ടർ ബേസ് ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർഷകരെ സംരക്ഷിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കർഷകരെ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർഷകരെയും സംരക്ഷിക്കണം. എന്നാൽ NDA അലയൻസ് ആണ് അമേരിക്കയുമായി ഈ ഡീലിൽ ഏർപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ ചർച്ച തുടങ്ങുന്നത് തന്നെ ഡേറ്റ ഈസ് അവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഞങ്ങളുടെ ഈ 1.4 ബില്യൺ കോടി ചലനാത്മകമായ ജനങ്ങളുടെ ആവശ്യം, അവരുടെ അറിവ്, അവരുടെ ചിന്ത, അവരുടെ സ്വപ്നം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചർച്ച തുടങ്ങാം എന്നായിരിക്കും. നമ്മൾ തുല്യരായിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ ഞങ്ങളെ ഒരിക്കലും പാകിസ്ഥാന് തുല്യപ്പെടുത്തി താങ്കൾ സംസാരിക്കരുത്. താങ്കൾക്ക് പാകിസ്ഥാൻ ആർമി ചീഫുമായി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് പ്രിയമെങ്കിൽ ഞങ്ങൾക്ക് ചിലതൊക്കെ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അത് വളരെ ചെറുതാണ് എന്ന് മാത്രമല്ല, തീരെ ചെറുതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും അമൂല്യമായ ഡേറ്റ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ 1.4 ബില്യൺ സ്ട്രെങ്ത് വരുന്ന ജനസംഖ്യയാണ്. അത് 21-ാം നൂറ്റാണ്ടിൽ നമ്മളെ ഏറ്റവും വലിയ സൂപ്പർ പവറാക്കി മാറ്റുക തന്നെ ചെയ്യും. പക്ഷേ മോഡി സർക്കാർ എന്താണ് ചെയ്തത്? അവർ നമ്മുടെ ഡിജിറ്റൽ ഡേറ്റയിലുള്ള എല്ലാ അവകാശവാദവും ഈ വ്യവസായ കരാറിൽ അടിയറവ് വെച്ചു. ഒരു ഡേറ്റ ലോക്കലൈസേഷന് ആവശ്യമായ ഒരു സംഗതികളും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് സ്വതന്ത്രമായി ആ ഡേറ്റ കിട്ടുന്നതിനുള്ള സൗകര്യമുണ്ടാക്കി. ഡിജിറ്റൽ ടാക്സിനെ ലിമിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, നമ്മുടെ വ്യാപാര കോഡുകളെ തുറന്നിട്ട് കൊടുത്തു. ധനകാര്യമന്ത്രി ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നന്നായി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 20 വർഷത്തെ ടാക്സ് ഹോളിഡേ വലിയ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നു. ഇതാണ് നിങ്ങൾ ഈ ഡേറ്റ വെച്ച് ചെയ്തത്. രണ്ടാമതായി, താരിഫിലേക്ക് നോക്കൂ. തുടങ്ങുമ്പോൾ 3% ആവറേജ്, പക്ഷേ ഇപ്പോൾ അത് 18%, 6 ഇരട്ടി വർദ്ധിച്ചു. അമേരിക്കയുടെ ഇറക്കുമതിക്ക് $46 ബില്യൺ വരുന്ന ഇറക്കുമതി ഇപ്പോൾ 146 ബില്യണായി. എന്തൊരു അസംബന്ധമാണ്! സത്യമായും ഇത് അസംബന്ധമാണ്. നിങ്ങൾക്ക് ഞങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റുമില്ല.
നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് അവരോടാണ്. നമ്മളിലേക്ക് 100 ബില്യൺ ഡോളറിന്റെ വസ്തുക്കളാണ് ഒരു വർഷം അമേരിക്ക ഇറക്കാൻ പോകുന്നത്. നമ്മളോട് യാതൊരു താല്പര്യവും ഈ രാജ്യത്തോട് നിങ്ങൾക്കില്ല. ഞങ്ങളിവിടെ നിൽക്കുന്നത് വെറും വിഡ്ഢികളെ പോലെയാണ്. 3% താരിഫ് 18% നമ്മുടേതെത്തിയെങ്കിൽ ബംഗ്ലാദേശിൻ്റേത് 16% നിന്ന് 0 എന്നതാണ് അതിൻ്റെ വ്യത്യാസം. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം എന്ന ആഗ്രഹമാണുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഡേറ്റയെ അതിനെ മൂല്യം കൽപ്പിക്കുക എന്നതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഈ 1 ബില്യൺ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഡേറ്റയാണെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം പ്രധാനമന്ത്രിക്ക് ഇത് വല്ലാതെ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകും. അടുത്തത് ടെക്സ്റ്റൈൽസ് മേഖലയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഗുഡ്ഗാവിലെ ഒരു ഫാക്ടറി ഈ അടുത്ത സമയത്ത് സന്ദർശിക്കുകയും അവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അവർ പറയുന്നത് ഈ താരിഫോടുകൂടി ഞങ്ങൾ അവസാനിച്ചു എന്നാണ്. ഇത് ചെയ്തതോടുകൂടി ഞങ്ങൾ ഇല്ലാതായി എന്നാണ്. അമേരിക്ക ബംഗ്ലാദേശിന്റെ താരിഫ് 0% കൊണ്ടുവന്നപ്പോൾ നമ്മുടെ താരിഫ് 18%. എന്താണ് നമ്മുടെ ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ പ്രതീക്ഷിക്കേണ്ടത്? അവർ മരണപ്പെട്ടു കഴിഞ്ഞു, അവർ ഇല്ലാതായി കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും ബംഗ്ലാദേശിനോടൊപ്പം മത്സരിക്കേണ്ട സ്ഥിതിയിലേക്കെത്തി. ബംഗ്ലാദേശ് അമേരിക്കയിലേക്ക് കോട്ടൺ ഇറക്കുമതി ചെയ്താൽ അവർക്ക് നികുതിയില്ല. കഴിഞ്ഞു, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പോയി. പിന്നെ നമുക്ക് എനർജിയെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് ഡേറ്റ ആവശ്യമാണെങ്കിൽ, നമുക്ക് ഫുഡ് ആവശ്യമാണെങ്കിൽ, നമുക്ക് എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടി മത്സരിച്ചേ പറ്റൂ. ഇപ്പോൾ അമേരിക്ക തീരുമാനിക്കും നാം എവിടെ നിന്ന് ഇന്ധനം വാങ്ങണമെന്ന്. അമേരിക്ക നമ്മളോട് ഇന്ന രാജ്യങ്ങളിൽ നിന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടി വരും. അത് റഷ്യയും ഇറാനും അവർക്കിഷ്ടമുള്ള ഏത് രാജ്യങ്ങളെയും ആ പട്ടികയിൽ അവർക്ക് പെടുത്താം. അത് അവർ തീരുമാനിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയല്ല തീരുമാനിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക, അവർ നമ്മളെ നിരീക്ഷിക്കും, അവർ നമ്മളെ വിലയിരുത്തും, അവർ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അവർ നമ്മളെ ലോക്ക് ചെയ്യും. അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ എണ്ണ വാങ്ങാവൂ, ഇല്ലെങ്കിൽ അവർ നമ്മളെ ശിക്ഷിക്കും. നമ്മുടെ താരിഫ് വീണ്ടും 50% കൊണ്ടുപോകും. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും കഠിനമായ ഒരു പ്രതിസന്ധിയെ ഇന്ത്യയിലെ കർഷകർ നേരിടാൻ പോകുന്നത്. മൈസും സോയാബീനും റെഡ് ഗ്രാമും കോട്ടനും എല്ലാത്തിനും നിങ്ങൾ അമേരിക്കയ്ക്ക് വാതിൽ തുറന്നു കൊടുത്തു. നിങ്ങൾ മെക്കനൈസ്ഡായി അമേരിക്കൻ ഫാമുകളിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊഴുകുന്നതിന് വേണ്ടി അവസരമുണ്ടാക്കി കൊടുത്തു. നമ്മുടെ പാവം കർഷകരെ നിങ്ങൾ ചവിട്ടിമെതിക്കുകയാണ്. ഇത് അപമാനകരമാണ്. ഒരു പ്രധാനമന്ത്രിയും ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ചെയ്യുകയുമില്ല. നമ്മൾ കൊടുങ്കാറ്റിനെ നേരിടുകയാണ്. അത് കൊടുങ്കാറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ഇതുവരെ ജീവിച്ചിരുന്ന ജീവിതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പുതിയ കാലത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഏറ്റുമുട്ടലിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ പറയുന്നു സൂപ്പർ പവറുകളുടെ കാലം കഴിഞ്ഞു എന്ന്. നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ പറയുന്നു ഈ ജിയോ പൊളിറ്റിക്കൽ ഏറ്റുമുട്ടലുകളുടെ കാലത്ത് ഇനി സൂപ്പർ പവർ ഇല്ല എന്ന്. പക്ഷേ നിങ്ങളാൽ തന്നെ ഊർജത്തെയും ഈ ധനകാര്യ സമ്പത്ത് ഉപയോഗിച്ചുള്ള ആയുധവൽക്കരണത്തെയും നമ്മുടെ രാജ്യത്ത് നടത്താൻ അമേരിക്കയ്ക്ക് വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നു, അമേരിക്കയെ അനുവദിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അമേരിക്ക പറയുന്ന രാജ്യത്തു നിന്നല്ലാതെ ഇനി നിങ്ങൾ ഓയിൽ വാങ്ങില്ലെന്നോ? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇന്ധനം, നിങ്ങളുടെ ഊർജം ഇനി അമേരിക്കയുടെ ഒരായുധമാണ്. ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? താരിഫ് താഴേക്ക് പോകുമെന്നോ, അല്ലെങ്കിൽ താരിഫ് അവരുടെ താഴേക്ക് പോയി നിങ്ങളുടെ മുകളിലേക്ക് വരുമെന്നോ? എന്ന് വെച്ചാൽ ഈ വാണിജ്യത്തിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ആയുധമായി എടുത്തിരിക്കുന്നു അമേരിക്ക. നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് ലോകത്തെ ജിയോ പൊളിറ്റിക്കൽ ഏറ്റുമുട്ടൽ വല്ലാതെ വർദ്ധിക്കുന്നു എന്നാണ്. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് എനർജിയും ഫിനാൻസും ഇന്ന് ആയുധമായി ഉപയോഗിക്കുന്നു എന്നാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ. എന്നിട്ട് നിങ്ങൾ ചെയ്തതോ? എന്താണ് നിങ്ങൾ കർഷകരോട് ചെയ്തത്? എന്താണ് നിങ്ങൾ ചെറുപ്പക്കാരോട് ചെയ്തത്? എന്താണ് ഈ ഡേറ്റ അമേരിക്കയ്ക്ക് നൽകുന്നതിന് പകരമായി നിങ്ങൾ വാങ്ങിയത്?
എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ? നിങ്ങൾക്ക് എങ്ങനെ ഈ സഭയിലെത്തി ഇത്ര നോൺസെൻസ് സംസാരിക്കാൻ കഴിയുന്നു? നിങ്ങൾക്ക് സ്വയം ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? അപ്പോഴേക്കും സഭയിൽ ബഹളമാകുന്നു. നോൺസെൻസ്, അഷെയിംഡ് തുടങ്ങിയ വാക്കുകൾ അൺപാർലമെന്ററി ആണെന്ന് പറയുന്നു. ഒച്ച വെക്കുന്നു. സ്പീക്കറുടെ റൂളിംഗ് വരുന്നു. വീണ്ടും രാഹുൽ ഗാന്ധി തുടർന്നു. ഇത് അപമാനിക്കാനുള്ള വാക്കല്ല സുഹൃത്തെ. നോൺസെൻസ് എന്ന വാക്കും അഷെയിംഡ് എന്ന വാക്കും ഒരു അബ്യൂസായി പറഞ്ഞതല്ല. അതിൽ അബ്യൂസില്ല. എന്തായാലും സ്പീക്കർ പറഞ്ഞതുപോലെ അത് രണ്ടും രേഖകളിലില്ല എന്നത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ത്യയെ വിറ്റു. ഇന്ത്യയെ വിറ്റതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഭാരത് മാതാ എന്ന നമ്മുടെ രാജ്യമാതാവിനെ വിറ്റതിൽ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? ഇനി അതിനേക്കാൾ രസകരമായ ഒരു കാര്യം, ഇന്ത്യയെ ഒരു സാധാരണ സാഹചര്യത്തിലല്ല അദ്ദേഹം വിറ്റത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്തുകൊണ്ടാണ് വിറ്റതെന്ന് നിങ്ങൾക്കറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ കഴുത്ത് അവരുടെ കയ്യിലായിരിക്കുന്നു. അവർ അദ്ദേഹത്തെ ചോക്ക് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നെക്കിൽ, കഴുത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ചോക്ക് ചെയ്താൽ ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ കഴിയുമെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ആ ഭയം പ്രധാനമന്ത്രിയുടെ കണ്ണുകളിലുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. സാർ, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു പുറത്തു വന്ന എപ്സ്റ്റീൻ കേസ്. ഇനി ലോക്ക് ചെയ്തിരിക്കുന്ന മില്യൺസ് ഓഫ് ഫയലുകൾ. അവിടെയും സ്പീക്കറുടെ ഇടപെടൽ. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് പറയാൻ പാടില്ലെന്ന താക്കീത്. രാഹുൽ ഗാന്ധി തുടരുന്നു. ശരി സാർ, ഐ വോണ്ട് സേ എപ്സ്റ്റീൻ. ഞാൻ എപ്സ്റ്റീൻ എന്ന് പറയില്ല. ഈ ബഡ്ജറ്റിൻ്റെ സെൻട്രലിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ജിസ്സുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ആ ഗ്രിപ്പ് കാണാം. പൊളിറ്റിക്സിലെ ചോക്ക് വിസിബിൾ ആവില്ല. ഈ നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അദാനിയുടെ ചോക്കാണ്. അദാനിക്കെതിരെ അമേരിക്ക നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റും അതിനനുസൃതമായി. ഉടൻ തന്നെ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററുടെ ഇടപെടൽ. സാർ, ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ചാർജുകൾ കാരണം കൂടാതെ ഉപയോഗിക്കുമ്പോൾ, പറയുമ്പോൾ അതിന് ന്യായമായ രേഖകൾ ഉണ്ടാവണം, തെളിവുകൾ ഉണ്ടാകണം. അല്ലാതെ അത് വെറും ഭ്രാന്തമായ അലിഗേഷൻസ് ആവരുത്. അത് നിങ്ങളുടെ തന്നെ സ്ഥിതിയെ മോശമാക്കും. രാഹുൽ ഗാന്ധിയുടെ മറുപടി. കാരണം ഞാൻ പറയാം സാർ. സ്പീക്കർ സാർ, മിസ്റ്റർ അനിൽ അംബാനി എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ചിലത് ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ജയിലിലാകാത്തത്? എന്തുകൊണ്ടാണ് എപ്സ്റ്റീൻ ഫയലിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നത്? അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിലാകാത്തത്. ഹർദീപ് പുരിയോട് ഞാൻ ചോദിക്കുന്നു, ആരാണ് എപ്സ്റ്റീന് ഹർദീപ് പുരിയെ പരിചയപ്പെടുത്തി കൊടുത്തത്? സഭയിൽ വീണ്ടും ബഹളം. സ്പീക്കറുടെ റൂളിംഗ്. മിസ്റ്റർ രാഹുൽ, എന്നെ കേൾക്കൂ. ആദ്യം, അനിൽ അംബാനി ആകട്ടെ അദാനി ആകട്ടെ, നിങ്ങൾ അത്തരം ആളുകൾക്കെതിരെ ചാർജുകൾ ഉന്നയിക്കുന്നു. അവർ സഭയിലില്ല. അവർക്കത് ഡിഫെൻഡ് ചെയ്യാനുമാവില്ല. അതുകൊണ്ട് 351 റൂൾ പ്രകാരം സഭയിലില്ലാത്ത ആളുകളെക്കുറിച്ച് പരാമർശം നടത്തുന്നതും മോശമാക്കുന്നതും ശരിയല്ല. ഉടൻ തന്നെ രവിശങ്കർ പ്രസാദ് MP-യുടെ മറുപടി. സാർ, 352 ക്ലോസ് 5 പ്രകാരം, വൈൽ സ്പീക്കിംഗ് വൺ മസ്റ്റ് നോട്ട് റിഫ്ലക്ട് അപ്പോൺ ദ കോണ്ടക്ട് ഓഫ് പേഴ്സൺസ് ഇൻ ഹൈ അതോറിറ്റി unless the decision is based on substantive motion. He has taken the name of Prime Minister and other ministers. This is completely against the rule. രാഹുൽ ഗാന്ധിയുടെ മറുപടി. സാർ, റൂൾ 352 വാസ് മെൻഷൻഡ്. പക്ഷേ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അംഗം ഇതിനു മുൻപുണ്ടായിരുന്ന 2 പ്രധാനമന്ത്രിമാരെക്കുറിച്ച് ഇവിടെ പരാമർശം നടത്തിയിരുന്നു. അന്ന് 352 റൂൾ ഇല്ലായിരുന്നോ സാർ? ഒന്നെങ്കിൽ നിയമം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണം. ഇതിപ്പോൾ എനിക്ക് മാത്രം. ഉടൻ ചെയർപേഴ്സന്റെ ഇടപെടൽ. രാഹുൽജി, നിങ്ങൾ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയായ രീതിയിലാണ്. നിങ്ങൾ എന്തിനാണ് അതിന് പുറത്തേക്ക് പോകുന്നത്? രാഹുൽ ഗാന്ധിയുടെ മറുപടി. സ്പീക്കർ സാർ, അനിൽ അംബാനി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദിസ് ഹൗസ്. അദ്ദേഹം ഈ സഭയിലെ ഒരു അംഗമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാം. അദ്ദേഹം ഡിഫൻസിൽ ഇടപെട്ടു. ബഡ്ജറ്റിൽ ഡിഫൻസും പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്സ്റ്റീൻ ഫയലിൽ ഇന്ത്യയിലെ ചില വ്യവസായികളുടെ പേരുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ജയിലിലല്ല. അദ്ദേഹത്തിനെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഒടുവിൽ സ്പീക്കറുടെ റൂളിംഗ് കനത്തതോടുകൂടി ഞാനിനി എപ്സ്റ്റീൻ എന്നുച്ചരിക്കുന്നില്ല, അനിൽ അംബാനി എന്ന പേരും പറയുന്നില്ല. ഏതായാലും സഭയിൽ കൂട്ടച്ചിരിയുണ്ടായി. ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. താരിഫും ഡേറ്റയുമൊക്കെ യാതൊരു നിയന്ത്രണവുമില്ലാതെ നമ്മൾ അവർക്ക് കൈമാറി. സ്വതന്ത്രമായി അമേരിക്കയ്ക്ക് ഡേറ്റ നൽകി. ഡിജിറ്റൽ ടാക്സ് നിരോധിച്ചു.
സോഴ്സ് കോഡ് ഡിസ്ക്ലോഷർ ചെയ്തില്ല. 20 വർഷത്തെ ടാക്സ് ഹോളിഡേ പോലെയാണ് നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട വസ്തുക്കൾ എല്ലാവരും അവർക്ക് കൈമാറിയിരിക്കുന്നു. നമ്മുടെ കർഷകർ ഇനി അമേരിക്കക്കാരുടെ മെക്കനൈസ്ഡായി മാസീവായി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോട് ഇന്ത്യൻ മാർക്കറ്റിൽ മത്സരിക്കേണ്ടി വരും. ടെക്സ്റ്റൈൽ മേഖല തുടച്ചു നീക്കപ്പെടുന്നു. ബംഗ്ലാദേശ് നമ്മുടെ രാജ്യത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ഇനി തകർക്കാൻ പോകുന്നു. നമ്മുടെ എനർജി സെക്യൂരിറ്റിയും അവർക്ക് കൈമാറി. ഏത് രാജ്യത്തുനിന്ന് എണ്ണ വാങ്ങണമെന്ന് ഇനി അമേരിക്ക തീരുമാനിക്കും. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ചെയ്യുമെന്ന്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കംപ്ലീറ്റ് സറണ്ടറാണ് നടന്നിരിക്കുന്നത്. സാർ, ഇന്നെന്നെ കൂടുതൽ നേരം താങ്കൾ സംസാരിക്കാൻ അനുവദിച്ചു. ഈ നടന്നിരിക്കുന്ന ഹോൾസെയിൽ സറണ്ടർ അതൊരു ഇന്ത്യ ചരിത്രത്തിലെ ദുരന്തമാണ്. ഇന്ത്യയിലെ 1.5 മില്യൺ വരുന്ന ഇന്ത്യക്കാരെ പ്രധാനമന്ത്രി അടിയറവ് വെച്ചിരിക്കുന്നു. ഇന്ത്യൻ ജനതയുടെ ഭാവിയെ അടിയറവ് വെച്ചിരിക്കുന്നു. സ്പീക്കർ സാർ, ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എല്ലാം ഓതൻറ്റിക്കേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതിനാവശ്യമായ എല്ലാ പേപ്പറുകളും ഉണ്ട്. ഇപ്പോൾ തന്നെ ഞാനത് മേശപ്പുറത്ത് വെക്കാനും തയ്യാറാണ്. പക്ഷേ അവസാനിപ്പിച്ചുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ഈ രാജ്യത്തെ വിറ്റു. ഈ രാജ്യത്തെ പൂർണ്ണമായും വിറ്റു. നമ്മുടെ ഡേറ്റ വിറ്റു. ഇവിടുത്തെ ജനതയെ വിറ്റു. കർഷകരെ വിറ്റു. സാർ, ഒരു കാര്യം കൂടി, നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ അടക്കം വിറ്റു. ചെറുകിട വ്യവസായങ്ങളും അടക്കമുള്ളവയെല്ലാം സറണ്ടർ ചെയ്തു. നമ്മുടെ ഊർജ്ജ സുരക്ഷിതത്വം സറണ്ടർ ചെയ്തു.